ഓസ്കറിൽ നിന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപത്ത ലേഡീസ് പുറത്തായി 15 സിനിമകളുടെ ചുരുക്കപ്പട്ടികയിൽ ഈ ചിത്രം ഇടം പിടിച്ചില്ല. ശ്രീനിധി വിവരങ്ങളുമായി ചേരുകയാണ്. ഓസ്കർ ഫൈനൽ പട്ടികയല്ലേ ശ്രീനിധി ഇത്? അതെ ശരത്, ഏകദേശം 15ഓളം ചിത്രങ്ങളാണ് ഇപ്പോൾ ഓസ്കാറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ആ ഒരു ഷോർട്ട് ലിസ്റ്റ് കാണുമ്പോൾ ഏറ്റവും നിരാശകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ചിത്രമായിരുന്നു ഓസ്കാർ എൻട്രിയിലേക്ക് പോയിരുന്നത്. അത് കിരൺ റാവുവിൻ്റെയും അമീർ ഖാൻ്റെയും നേതൃത്വത്തിലുള്ള കിരൺ റാവു സംവിധാനം ചെയ്ത അമീർ ഖാൻ നിർമ്മാണം ചെയ്ത ലാപത്ത ലേഡീസ് ചിത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ എൻട്രിയിലേക്ക് പോയിരുന്നത്. ഇന്ത്യൻ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു ഓസ്കാർ എൻട്രിയിലേക്ക് ഈ ഒരു ചിത്രം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ ഒരു 15 ഷോർട്ട് ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ആ ഒരു 15ഓളം ചിത്രത്തിൽ ഇന്ത്യയുടെ ലാപത്ത ലേഡീസിന് ഇടം നേടാൻ സാധിച്ചില്ല എന്ന ഏറ്റവും നിരാശകരമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ലാപത്ത ലേഡീസ് എന്ന ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഭംഗിയോടെ തന്നെ ഉത്തരേന്ത്യൻ മാറ്റത്തിന് വിധേയമാകാത്ത ഉത്തരേന്ത്യൻ സംസ്കാരത്തെയും അവിടെയുള്ള സ്ത്രീകളുടെ ജീവിതത്തെയുമാണ് ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു അവിടെയുള്ള ഉത്തരേന്ത്യൻ സ്ത്രീകൾ അവർ വിദ്യാഭ്യാസത്തിലും അവരുടെ സംസ്കാരത്തിലും അവരിപ്പോഴും കാലം എത്ര തന്നെ മാറിയാലും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാത്ത രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായിട്ട് തന്നെയായിരുന്നു കിരൺ റാവും അമീർ ഖാനും നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടോ ആ ഒരു ചിത്രം ഓസ്കാറിൻ്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഇടം നേടാൻ സാധിച്ചില്ല. കഴിഞ്ഞ മാർച്ച് മാസമായിരുന്നു ഈ ചിത്രം റിലീസിനെത്തിയത്. എന്നാൽ തിയേറ്ററിൽ കാര്യമായ സ്വീകാര്യത ഒന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും OTT റിലീസിനെത്തിയപ്പോഴാണ് ഇതിന് വലിയൊരു സ്വീകാര്യത ജനങ്ങളിൽ എത്തിച്ചേർന്നത്. കാരണം അപ്പോഴാണ് ജനങ്ങൾ കൂടുതലായും ഈ ഒരു ഉത്തരേന്ത്യൻ സംസ്കാരത്തെയും അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകളുടെയും ഈ ചിത്രത്തിൽ കൂടുതലും പറയുന്നത് 3 സ്ത്രീകളുടെ ജീവിതത്തെയാണ്. വ്യത്യസ്തമായി വളർന്ന വ്യത്യസ്തമായ സംസ്കാരത്തിൽ വളർന്ന 3 സ്ത്രീകളുടെ ജീവിതത്തെയാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും നിരാശകരമായ വാർത്ത തന്നെയാണ് ഓസ്കാർ എൻട്രിയിലേക്ക് ഇന്ത്യയുടെ ഒരു ചിത്രം പോയിട്ടും അതൊരു ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചില്ല എന്നത്. ശരി ശ്രീനിധിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചത്.